Good evening. Only we 5 അല്ലെ 5 പേരേ ഉള്ളൂ. എന്ത് പറ്റി? സാധാരണ ബാക്കി ബാച്ചുകളിലൊക്കെ ഈവനിങ് സെഷൻ വെക്കുമ്പോ കുറെ കൂടെ ആളുകൾ ജോയിൻ ആവാറുണ്ട് പകൽ ജോലിക്ക് പോണവരൊക്കെ. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്ലീസ് എനിവൺ റെഡി ടു ഡു പ്രേയർ? Dear God, thank you for this beautiful day. Thank you for giving me the chance to see this today. Thank you for allowing me to dissipate my sins. Forgive me for all my sins, even the ones committed unknowingly. As I start this day, I pray for your guidance and your protection. Direct my path and teach me the right thing to do. Thank you, Lord. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ഇത്രയും സമയമായില്ല, ഇനി ആരെങ്കിലും ജോയിൻ ആവുന്നെങ്കിൽ ജോയിൻ ആവട്ടെ. എനിവേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു? യെസ്, ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു? ലോ ഓഫ് വർക്കാണ് പറഞ്ഞോടുന്നേ. അതില് എനിക്ക് തോന്നുന്നു സി വരെ പറഞ്ഞെന്ന് തോന്നുന്നു. ഓപ്ഷൻസ് സി. ഓക്കെ, സോ നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് എങ്ങനെ പോകുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. നാച്ചുറൽ ആയിട്ട് കുട്ടി ഡെവലപ്പ് ചെയ്യണം, ഫോഴ്സ്ഫുള്ളി അല്ല കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയായിരുന്നു നമ്മൾ പോയിരുന്നത് അല്ലേ. സോ ഫസ്റ്റ് ലോ ഓഫ് വർക്ക് ആയിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻസ്, അതായത് കുട്ടി ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുമ്പോഴാണ് ഡെവലപ്മെന്റ് പ്രോഗ്രസ് ചെയ്യുന്നത്. ആ കാര്യം നമ്മൾ പറയും. കുട്ടി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്പേസ് കൊടുക്കണം. നമ്മൾ അവിടെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് അറസ്റ്റഡ് ആകും. ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നോട്ട്സ് ഷെയർ ചെയ്യണോ? എന്ന് ഷെയർ ചെയ്തേക്കാം. പകൽ തന്നെയാണോ എല്ലാവർക്കും സൗകര്യം ക്ലാസ്? ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായിരുന്നു, അത് വെച്ചാൽ കൺസൾട്ടേഷൻ ഡോക്ടർ വെനസ്ഡേയും ഫ്രൈഡേ ആണ്. അപ്പൊ വെനസ്ഡേ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ക്ലാസ് എല്ലാ പ്രാവശ്യവും അഡ്ജസ്റ്റഡ് ആകുന്നത്. ആ ടൈമിൽ എടുക്കാൻ വേറെ ടീച്ചർ ഉണ്ടാവില്ല, അതാണ് നിങ്ങളുടെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് ടൈമിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു നൈറ്റിൽ വെക്കുമ്പോൾ ക്ലാസ് ലീഡ് ചെയ്യാൻ റെഡി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് there will be more. മാം, പ്ലീസ്. നമുക്ക് അപ്പാരറ്റിക്സിന്റെ റെക്കോർഡ് തന്നില്ലേ? പിക്ചറുകള് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് ഒട്ടിക്കണ്ടേ സൈഡില്? അതെ, തന്നിരിക്കുന്ന പിക്ചറുകളല്ലേ, നമ്മൾ വേറെ ഡൗൺലോഡ് ചെയ്തെടുക്കണ്ടല്ലോ? നമുക്ക് ക്ലാസ് റൂം ആപ്പിൽ ഇട്ടിക്കണ ആ പിക്ചറുകൾ മാത്രം പോരെ? ആ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള മെറ്റീരിയൽസിന്റെ ഡയറക്റ്റ് ഒറിജിനൽ പിക്ചേഴ്സ് ആണ്. നമ്മളിവിടെ വാങ്ങിയിട്ടുള്ള മെയിൻ മെറ്റീരിയൽസ് എല്ലാം
വാങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഇപ്പൊ വീണ്ടും ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റിംഗ്, ഓരോരുത്തരുടെ റൈറ്റിംഗ് ഓരോ രീതിയിലായിരിക്കുമല്ലോ, അതിന്റെ ഇതനുസരിച്ച് ഏത് ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണോ വരുന്നത്, ഏത് മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് ആണോ വരുന്നത്, അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒട്ടിക്കേണ്ടത്. അപ്പൊ ചില സമയത്ത് 2 എണ്ണത്തിനെ കുറിച്ച് നിങ്ങൾ ഒരു പേജിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പിക്ചേഴ്സ് ഒത്തിരി വലിപ്പത്തിൽ എടുക്കണം എന്നില്ല. ഒരു A4 ഷീറ്റില് 3-4 പിക്ചേഴ്സ് ഒരുമിച്ചാക്കി പ്രിന്റ് എടുക്കുവാണെങ്കിൽ ഒറ്റ A4-ല് 3-4 പിക്ചേഴ്സ് കിട്ടും. അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഫുള്ള് ഒരു A4-ല് ഒരു പിക്ചർ വരണമെന്നില്ല. ആ രീതിയിൽ പ്രിന്റ് എടുക്കണ്ട കേട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. പിന്നെ പുതിയതായി വരുന്ന മെറ്റീരിയൽസിന്റെയും കൂടെ പിക്ചേഴ്സ് ആഡ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് എന്നാ പ്രാക്ടിക്കൽ സെഷൻ പറഞ്ഞിരിക്കുന്നത്? 29 ഓക്കെ. 29 ഓൺലൈനായിട്ട് തുടങ്ങിയിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ്. അശ്വതി മാമും അപർണ മാമും നമുക്ക് മെറ്റീരിയൽസ് കാട്ടി തന്നിരുന്നു. യെസ്, ഡെമോ ക്ലാസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മോഡ്യൂൾ 3 ആണ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ. ഇന്നെടുത്ത് തുടങ്ങി അശ്വതി മാം. അപ്പൊ മോഡ്യൂൾ 3-ലെ ഒരു ബ്രീഫിംഗ് പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള തേഴ്സ്ഡേ, ഏത് വീക്കാണോ, വീക്കിലെ സാറ്റർഡേ ആണോ വരുന്നത്, അതിന് മുൻപുള്ള തേഴ്സ്ഡേ ആയിരിക്കും ഞാൻ അതിന്റെ ബ്രീഫിംഗ് ചെയ്യുന്നത്. എല്ലാ ബാച്ചിനും ഞാൻ അത് ഈവനിങ് ആണ് കൊടുക്കാറ്, 7:30 ഓൺവേർഡ്സ്. കാരണം ചിലപ്പോൾ അത് 1.5 hours എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ ഈവനിങ് ടൈമില് കുട്ടികൾ കുറവാണെങ്കിൽ നിങ്ങൾ തന്നെ ടൈം പറയൂ, ആ ടൈമിൽ ആ മോഡ്യൂൾ 3-യുടെ സെഷൻ വെക്കാം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ. 29-ന് മുമ്പ് തേഴ്സ്ഡേ കൊടുക്കാൻ കാരണം ചിലര് ഫ്രൈഡേ ദൂരെ നിന്നൊക്കെ വരുന്നവര് ട്രാവലിംഗ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഫ്രൈഡേ ക്ലാസ് വെച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തേഴ്സ്ഡേയിലേക്ക് എല്ലാ ബാച്ചിനും ക്ലാസ് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും അത് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈവനിങ് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും തന്നെ ജോയിൻ ആവും. പ്രാക്ടിക്കൽ ആണ് ശരിക്കും നമുക്ക് വേണ്ടത്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആണല്ലോ മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ അത് കുറച്ച് നമ്മൾ സിഗ്നിഫിക്കൻസ് കൊടുക്കണം. സോ ടൈം നിങ്ങൾ പറഞ്ഞോളൂ. ഇനി ഈവനിങ് വെച്ചിട്ട് ഗ്രൂപ്പിലൊന്ന് ചോദിച്ചിട്ട് ഇൻഫോം ചെയ്യാം. കാരണം പിന്നെ ഒരു മോഡ്യൂൾ 3-യുടെ സെഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നാലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് മോഡ്യൂൾ 3 അപ്പൊ തരുന്നത് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് വർക്ക്. ലോ ഓഫ് വർക്ക് നമ്മൾ എടുത്തു അല്ലെ? നമ്മള് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ലാസ്റ്റ് 92 പേജില് പവർ ഓഫ് അറ്റൻഷന്റെ തൊട്ട് മുകളിൽ വെച്ച് നിർത്തിയത്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, കുട്ടികളെ ഫ്രീ ആക്കുവാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫ്രീ ആക്കി വിടുക. അവരങ്ങനെ ഇൻഡിപെൻഡന്റ് ആകുന്നു. അങ്ങനെ ഫ്രീ ആക്കി വിടുമ്പോഴാണ് അവർ ഇൻഡിപെൻഡന്റ് ആകുന്ന, ഒരു ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പവർ ഓഫ് അറ്റൻഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് മുകളിൽ സെക്കൻഡ്ലി ദ ചൈൽഡ് മസ്റ്റ് ബി എൻകറേജ് ടു ഡെവലപ്പ്, അവിടുന്നോട്ട് എടുക്കാനുള്ളത്. പവർ ഓഫ് അറ്റൻഷൻ കഴിഞ്ഞാണോ അതോ ഇതിനു മുമ്പ്? പവർ ഓഫ് അറ്റൻഷന്റെ തൊട്ട് മുകളില് നമുക്ക് 5 പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ സെക്കൻഡ്ലി എന്നുള്ള പോയിന്റ്. അപ്പൊ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ആ ഇൻഡിപെൻഡൻസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരണമെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു ഫ്രീഡം എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് എന്താണ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്? കുട്ടിക്ക് ആ ഒരു ചാൻസ് കൊടുക്കണം അല്ലെ? ആ ഒരു എൻവയോൺമെന്റിലെ മെറ്റീരിയൽസുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം. നമ്മളായിട്ടൊന്നും ചെയ്യരുത്. ആ ഒരു മെറ്റീരിയൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു മെറ്റീരിയൽസ് ചൂസ് ചെയ്ത് അതുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കുട്ടിക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ലാസ്റ്റ്, ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് ലാസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് പോയിന്റ്, സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും ലാസ്റ്റ്ലിന്ന് കൊടുത്തിരിക്കുന്നത് വായിച്ചോളൂ, റീഡ് ചെയ്തോളൂ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. എനിവൺ പ്ലീസ്. Ma'am, secondly, the child must be encouraged to develop his will
The child's strength must be directed towards a given end in the activities chosen for him. Thirdly, the child must be aided in developing discipline. They should be given constructive work. Fourthly, the child is required to know and have a knowledge of good and bad to accomplish their distinction. The adult must set firm limits against destructive and unsociable actions. The directress should never be afraid of destroying what is evil. It is what is good she must fear to destroy, good being interrupted as any activity which needs to order, harmony, self-development, and therefore to discipline, evil being anything which needs to the dissipation of the child's creative energies and therefore to disorder. Lastly, we are required to provide freedom for the child. Only in an atmosphere of freedom can a child work for himself. The adult will have to play a passive role and realize the child to take control of his surroundings. If the adult remains in just usurping usurping the child, he will not realize his full potential. Maria Montessori assumed that in order to be free, one needs to be independent. Okay, ma'am. Once more, ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് വെച്ചിട്ട് ആ എൻവയോൺമെന്റിൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ചാൻസ്, മീൻസ് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യണം. നെവർ ഡു വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഫോർ ഹിംസെൽഫ്. ഒരു കുട്ടിക്ക് അവന് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്തു കൊടുക്കരുത്. മിക്ക പാരന്റ്സും ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, കുട്ടി ചെയ്യും പക്ഷെ അതിനവനെ അനുവദിക്കാതെ നമ്മളായിട്ട് ചെയ്തു കൊടുക്കും. സോക്സ് ഇട്ട് കൊടുക്കുക, ഷൂ ഇട്ട് കൊടുക്കുക, ഡ്രസ്സിലെ ബട്ടൺ ഇട്ട് കൊടുക്കുക, മുടി കോംപ് ചെയ്യുക, ഇതൊക്കെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത് അനുവദിക്കാതെ നമ്മൾ തന്നെ നിർബന്ധം പിടിച്ച് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നു കുട്ടിക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇത് വരാറുണ്ട്. അപ്പൊ നെവർ ഡു വാട്ട് ദ ചൈൽഡ് ക്യാൻ ഡു ഫോർ ഹിംസെൽഫ്. അവന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടണം, ഫ്രീ ആക്കി വിടണം. അപ്പോ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഒരാളും ഫ്രീ ആവില്ല, ഡിപ്പെൻഡന്റ് ആയി ജീവിച്ചു തന്നെ പോകും എത്ര പ്രായമായാലും. ഇതാണ് ഫസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന ഒരു സ്വാതന്ത്ര്യം, അതിന് വേണ്ടുന്ന ഒരു ഫ്രീഡം. കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കുന്നു, അവന് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്ത് ആക്ടിവിറ്റി ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെതായ ആ ഒരു സ്പേസ് അതിൽ അവനത് ചെയ്യുന്നു, നമ്മളവിടെ മാറി നിൽക്കുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. സെക്കൻഡ്ലി, അപ്പോ ഇവൻ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയായി വരുമ്പം അവനൊരു സന്തോഷമൊക്കെ തോന്നും, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നും, ഒരു തന്നോട് തന്നെ ഒരു ഇഷ്ടം തോന്നും അല്ലെ, ഒരു സ്വയം ഒന്ന് പാറ്റ് ചെയ്യാം, ഐ ആം ഗുഡ് എന്നുള്ളൊരു ഫീൽ ഒക്കെ തോന്നും അല്ലെ. സോ അവിടെ അവന്റെ വിൽ പവർ, ആ ഒരു സെൽഫ് ബിൽഡ് ചെയ്യുവാണ്. ആ ഡെവലപ്മെന്റിന് നമ്മൾ എൻകറേജ് ചെയ്യണം. അതാണ് സെക്കൻഡ് വരുന്നത്. കുട്ടിയുടെ സ്ട്രെങ്ത് ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് ഡയറക്റ്റ് ചെയ്യുവാണ്. അവന്റെ ലക്ഷ്യം ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് കുട്ടിയുടെ മുഴുവൻ സ്ട്രെങ്ത്, പൊട്ടൻഷ്യൽ, എനർജി ഡയറക്റ്റ് ചെയ്യണം. തേർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ അറ്റൻഷനോട് കൂടി കോൺസെൻട്രേഷൻ, നമ്മൾ പറഞ്ഞു പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ വരും. അപ്പൊ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ, ചുറ്റുമുള്ള ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ, ആളുകളെയും ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ചെയ്യും. അപ്പൊ അവിടെ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുവാണ്. അവന്റെ സെൽഫ് ഡിസിപ്ലിൻ താനെ ഡെവലപ്പ് ചെയ്യുന്നു. അതിനൊക്കെ കാരണം കുട്ടിയെ ഫ്രീ ആക്കി, അവന് ഫ്രീഡം കൊടുത്തു, ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നത്. സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ആകുന്നു. ആദ്യം അവന്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, സെക്കൻഡ് കേസ് അല്ലെ. തേർഡ് ആയപ്പോ അവന്റെ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നു.
അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള കൺസ്ട്രക്റ്റീവ് വർക്ക്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക് കുട്ടിക്ക് കൊടുക്കണം. നെക്സ്റ്റ് ഫോർത്ത്, കുട്ടി അറിഞ്ഞിരിക്കണം വാട്ട് ഇസ് ഗുഡ് ആൻഡ് വാട്ട് ഇസ് ബാഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സർട്ടൻ ലിമിറ്റ്സ് കൊടുക്കാം. കാരണം വെച്ചാൽ ഗുഡ് ഈവിൾ അത് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ അഡൾട്ടിന് ഇന്റർവെൻഷൻ ചെയ്യാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അവരുടെ ഫ്രീഡത്തിൽ നമ്മൾ ഇടപെടരുത്, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അവരെ ഫ്രീ ആക്കി വിടണമെന്നുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു കേസിൽ ഈവിൾ, ബാഡ് അങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ഷൻസ്, ഒട്ടും ഫ്രണ്ട്ലി അല്ലാതെ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ, കൈ കെട്ടുന്നൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആക്ഷൻ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്ക് അവിടെ ഇടപെടാം. ആ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് നിൽക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. ഡയറക്ട്രസ് അല്ലെങ്കിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റ് അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ആ ഈവിൾ എന്നുള്ള കാര്യം അവരുടെ ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ ഉള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ്ലി നമ്മൾ ഫ്രീഡം പ്രൊവൈഡ് ചെയ്തിരിക്കുവാണ് അല്ലെ. ലാസ്റ്റ്ലി അപ്പൊ എന്തൊന്നാക്കി വെക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് ഒരു കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവന്റെ രീതിയിൽ അവന്റെ ഇഷ്ടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അഡൾട്ട് എപ്പോഴും പാസീവ് ആയിരിക്കണം, കുട്ടിയാണ് അവിടെ ആക്റ്റീവായിട്ട്. കുട്ടി അങ്ങനെ തന്നെത്താനെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പം അവൻ ആ സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. ആ ഒരു കൺട്രോൾ അവന്റെ കയ്യിലുണ്ടാവും. അവൻ ആ ഇരിക്കുന്ന സ്പേസ് മാത്രം യൂസ് ചെയ്യും. അവൻ എടുക്കുന്ന മെറ്റീരിയൽസിനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യും. ഇനി അഡൽട്ട് എപ്പോഴെങ്കിലും അൺസേർപ്പിങ്, അതായത് ടേക്ക് കൺട്രോൾ ഓഫ് ദ ചൈൽഡ്, കുട്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ മനസ്സിലാകില്ല. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്നും എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കേണ്ടതായിട്ട് ഒരാവശ്യം വരികയാണ്. ഒരു കുട്ടി അതിനെ ട്രൈ ചെയ്യുന്നു. അപ്പൊ അവനെ കൊണ്ട് പറ്റുന്നുണ്ട്. അവൻ അത് എടുത്തുകൊണ്ട് വളരെ സൂക്ഷിച്ചെടുത്തുകൊണ്ട് പോയി അത് ഉദ്ദേശിച്ച ഏതെങ്കിലും ടേബിളിന്റെ മുകളിൽ എവിടെയെങ്കിലും വെക്കാനായിരിക്കും. അവിടെ വെക്കാനായിട്ട് പോകുമ്പോൾ വേണ്ട വേണ്ട നീ ചെയ്യണ്ട, നീ ചെയ്ത താഴെ വീടെന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങിച്ചു നമ്മൾ ടേബിളിൽ വെക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടിക്ക് അവന്റെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാവില്ല. അപ്പൊ എനിക്കിത് പറ്റില്ല, അങ്ങനെ ഒരു ഫീല് വരും. ഐ എം നോട്ട് ഗുഡ് ഫോർ ദാറ്റ് എന്നൊക്കെയുള്ളൊരു ഫീല് വരും. ആ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ അങ്ങ് ലോ ആയിപ്പോ, കോൺഫിഡൻസ് ലെവലൊക്കെ ലോ ആയിപ്പോ. അതാണ് നമ്മൾ ലാസ്റ്റ്ലി ചെയ്യേണ്ടത്. നമ്മൾ പാസീവ് ആയിരിക്കണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം അല്ലെ. വെയിറ്റ് ഉള്ളത് കൊണ്ടുപോകുമ്പോൾ കാലിൽ വീഴാം, കത്തിയെടുക്കുമ്പോൾ മുറിയാം. അപ്പൊ അവിടെയെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം, നമ്മൾ അലർട്ടായിരിക്കണം. അതുകൊണ്ട് ബട്ട് ലെറ്റ് ദം ഡു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ഇച്ചിരി ബ്ലണ്ട് ആയിട്ടുള്ള നൈഫൊക്കെ കൊടുത്താൽ മതി. ദാറ്റ്സ് ഇനഫ് ഫോർ ദം ടു കട്ടിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ അതൊക്കെ തന്നെ ധാരാളം. അപ്പൊ അല്ലാതെ ഭയങ്കര ഷാർപ്പായിട്ട് അങ്ങനെ ഉള്ളത് വേണ്ട. പിന്നെ നമ്മളുടെ കൈ മുറിയാറുണ്ടല്ലോ അല്ലെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ. കുട്ടികളാകുമ്പോൾ കുഞ്ഞു വിരലാണ്. പിന്നെ വേണമെങ്കിൽ ചില വിരലിലിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കത്തി കൊള്ളാതിരിക്കാൻ, അതൊക്കെ യൂസ് ചെയ്യാറോ ആസ് എ പ്രിക്വേഷൻസ്. പിന്നെ ജഗ്ഗില് വെള്ളം നിറയ്ക്കുക, വാട്ടർ സ്പിൽ ഔട്ട് ആയി പോകുമ്പോൾ തുടയ്ക്കാനായിട്ടൊരു ക്ലോത്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പിൽ ഔട്ട് ആയി പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കണം, എവിടെയൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ കൺട്രോൾ, ആ ഒരു സറൗണ്ടിങ്സിന്റെ, അവൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കൺട്രോൾ അവന് മനസ്സിലാക്കുന്നു. ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുത്തത് കൊണ്ട് കുട്ടികൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം ഓരോ ജോലിക്കും എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം എന്നുള്ളത്. ഒരു ചെയർ മാറ്റിയിടാൻ ഉള്ള ഫോഴ്സ് നമുക്കറിയാം. ഒരു ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാൻ അതിനേക്കാൾ കുറച്ചുകൂടെ ഫോഴ്സ് യൂസ് ചെയ്യണം. ആസ് ആൻ അഡൾട്ട് വി നോ ഓൾ ദീസ് തിങ്സ്. ബട്ട് കുട്ടിക്ക് അറിയില്ലല്ലോ. അവൻ എല്ലാ കാര്യം ചെയ്യുമ്പോഴും അവന്റെ മാക്സിമം എഫേർട്ട് എടുത്തായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പലതവണ ആകുമ്പോഴേക്കും അവൻ ആ കൺട്രോൾ കിട്ടും. ഇതിന് ഇത്രയും ഫോഴ്സ് മതി, ഇതിന് ഇത്രയും ഫോഴ്സ് മതി എന്നുള്ള രീതിയിൽ. ഇതാണ് നമ്മള് ഈ കാര്യങ്ങൾ എന്താ പറയാ ഡെവലപ്മെന്റ് ഓഫ് ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഓരോരോ സ്റ്റേജിലായിട്ട് ആ ലോ ഓഫ് ഇൻഡിപെൻഡൻസിന് വരുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ. ആ ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കില്ലേ, അത് തന്നെയുള്ളൂ ഇത്. ഈ 3 പാരഗ്രാഫ് ഉണ്ട് പവർ ഓഫ് അറ്റൻഷൻ. ഇത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോളൂ. കുറച്ചുകൂടെ പേര് ജോയിൻ ആയെന്ന് തോന്നുന്നു.
Okay, fine. Please, power of attention. Anyone? Power of attention. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interest not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by color, smell, noise, or anything that appeals to his five senses. In the Montessori environment, when children do activities, he develops his ability to focus and builds his personality. Originally, children are attracted to materials that appeal to their five senses. Next, the unknown attracts the child, and lastly, it is the known that attract him to an activity. The child concentrates on those things that he already has in his mind, that he has absorbed in the previous period, for whatever has been conquered has a tendency to remain in the mind to be pondered. Concentration is the way that opens up the child to the inherent treasure within him. When the child is able to conceive, he replaces and instinctive interest based on primitive impulses with intellectual interest. Now he becomes calmer, more controlled, and restored. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫ്രീ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനും ഇഷ്ടമുള്ള വർക്ക് ചെയ്യുവാനുമുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും, അവരുടെ ശ്രദ്ധ കൂടും. ദാറ്റ് പവർ ഓഫ് അറ്റൻഷൻ വിൽ ഇൻക്രീസ്. അവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ആ ഒരു വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നിട്ടായിരിക്കും ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. നമുക്കറിയാം കുട്ടികളുടേത് സെൻസിറ്റീവ് പീരീഡ് ആണ്. അവർ ചുറ്റും കാണുന്നത് ശ്രദ്ധിക്കും, കേൾക്കുന്നത് ശ്രദ്ധിക്കും. ഭയങ്കര കളർഫുൾ ഒക്കെ കാണുമ്പോഴേക്കും അത് ഇഷ്ടം തോന്നും. സ്മെല്ല്, അവർ പെട്ടെന്ന് ആ സ്മെല്ലിന്റെ അടുത്തേക്ക് സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെ പല കളർഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇവര് 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. സോ സെൻസിറ്റീവ് പീരീഡിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും അവരുടെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാണ്. കാരണം തന്നെത്താനെ ചെയ്യുന്നത്, വേറെ ആരുടെയും സപ്പോർട്ടില്ല. തന്നെ ചെയ്യുമ്പോഴേക്കും യെസ് എനിക്കെന്തോ ഒക്കെ അറിയാം, ഐ എം ഗുഡ് എന്നുള്ളൊരു ഫീല് അവർക്ക് വരും. ഭയങ്കര സന്തോഷം വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ ഓരോ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കൈകൊട്ടുന്നത്. അവർക്ക് അവിടെ റിവാർഡിന്റെ ആവശ്യമൊന്നുമില്ല, ആ ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ് അവരുടെ റിവാർഡ്. എനിക്ക് ഒരു ബാച്ചിലൊരു കുട്ടി, ഇത് ബാച്ചിലെന്ന് ഓർമ്മയില്ല, ഈ ബാച്ചിലെയാണോ അല്ലാന്ന് തോന്നുന്നു, മോൻ ഇത്തിരി സ്ലോ ലേണർ ആണ്. അപ്പൊ ഇവർക്ക് ആദ്യമൊക്കെ ഇവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ കുട്ടീനെ ഇരുത്തി പഠിപ്പിക്കുക, നിർബന്ധിച്ച് എഴുതിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ മോണ്ടിസോറി മെത്തേഡ് ആയ സമയത്ത് രശ്മി നഗര്, രശ്മി 10th ബാച്ചിലാണെന്ന് തോന്നുന്നു, ആയ ഒരു സമയത്ത്, അത് രശ്മി തന്നെയാണോ? ഈ ബാച്ചിലാണോ? അല്ലല്ലോ. അപ്പൊ ഒരു രശ്മി അവിടെ കണ്ടു. അങ്ങനെ ഇത് ക്ലാസ് ജോയിൻ ആയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുട്ടിയോടുള്ള അപ്രോച്ച് അതല്ല എന്നുള്ളത്. പിന്നെ അപ്രോച്ച് എല്ലാം മാറ്റി അവന് ഏറ്റവും ഇഷ്ടം പടം വരയ്ക്കാനും കളർ ചെയ്യാനാണ്. അപ്പൊ അവന് അതിനുള്ള ഫ്രീഡവും അതിനൊരു കോർണറും ഒരുക്കി കൊടുത്തു. ഒരു ബോർഡ്, വൈറ്റ് ബോർഡ് കൊടുത്തു. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ KG LKG ആണെന്ന് തോന്നുന്നു, വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് വരയ്ക്കാം, അങ്ങനെയൊക്കെ എല്ലാ ഫ്രീഡവും കൊടുത്തു. അപ്പൊ പിങ്ക് ടവർ രശ്മി ഉണ്ടാക്കി ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട്. പിങ്ക് ടവർ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമല്ലോ ടവറിന്റെ ഫോമിൽ. പിങ്ക് ടവർ അറിയാമോ നിങ്ങൾക്ക്? അപ്പൊ മിസ് പറഞ്ഞിട്ടില്ലേ? ഓക്കെ, പിങ്ക് ടവർ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കും. ഈ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്ന പിങ്ക് ടവർ അതിനകത്ത് കുട്ടി, അതായത് LKG പഠിക്കുകയാണ് കുട്ടി, ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്നത് കുഞ്ഞറിയാതെ കുഞ്ഞിന്റെ അമ്മ രശ്മി പുറകിലൂടെ നിന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു കേട്ടോ. അപ്പം ഇവനറിയുന്നില്ല അമ്മ വീഡിയോ എടുക്കണമെന്ന് ഇവനറിയുന്നില്ല. പിങ്ക് ടവർ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവൻ ഭയങ്കര സന്തോഷം, കൈകൊട്ടുമായിരുന്നു. കൈകൊട്ടി ഭയങ്കര ഉറക്കിങ്ങനെ വിളിക്കുവോ എന്തൊക്കെയോ ഒച്ചയൊക്കെ എടുക്കുമായിരുന്നു. അതാണ് കുട്ടികൾ അവർക്ക് ആ ആക്ടിവിറ്റി ഫുൾഫിൽ ആയി കഴിയുമ്പോൾ, അത് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സന്തോഷം, അവരുടെ പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുവാണ്.
അങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ കൺട്രോൾ കിട്ടുന്നു. കുഞ്ഞു ബേബീസ് കണ്ടിട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ എന്താണ്, ഒന്ന് രണ്ട് വേച്ച് നടക്കുന്നത്, സ്ക്യൂ ഇതിലായിരിക്കും വേച്ച് നടക്കും. അപ്പോ 2-3 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും അങ്ങ് വീഴും, വീണ്ടും അവിടെ നിന്ന് എണീറ്റ് വീണ്ടും നടക്കും, വീണ്ടും വീഴും. അങ്ങനെ കുറെ അവര് നടന്നു കഴിയുമ്പോൾ അവര് പിന്നെ വീഴില്ല. അവർക്ക് അവരുടെ ബോഡി കൺട്രോളും ബോഡി ബാലൻസും ശരിയായി വരും. ഏകദേശം ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ ബോഡി കൺട്രോൾ ബോഡി ബാലൻസ് ഒക്കെ കറക്റ്റ് ആകും. അപ്പൊ അതുപോലെ തന്നെയാണ് അവർ പലതവണ ഒരേ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും അവർക്കൊരു കോൺഫിഡൻസ് വരുവാണ്. കാരണം അത് കൂടുതൽ കറക്റ്റ് ആകുന്നു. ജഗ്ഗില് വെള്ളം ഒഴിക്കാനായിട്ട് നമ്മൾ അവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു. ഫസ്റ്റ് ടൈം അവർ ഒഴിക്കുമ്പോൾ അവർക്ക് പറഞ്ഞല്ലോ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാ ചെയ്യുക. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഫോഴ്സിൽ വെള്ളം കുറെ അങ്ങ് സ്പിൽ ഔട്ട് ആയിട്ട് പോകും. അപ്പം നമ്മൾ ഷൗട്ട് ചെയ്യാതെ അവർക്കൊരു മോപ്പ് ചെയ്യാനൊരു ക്ലോത്ത് കൊടുത്ത് തുടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അത് തുടച്ച് ക്ലീൻ ചെയ്യും. രണ്ടാമത് അവരെ കൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യാൻ പറയുമ്പോൾ അവര് ശ്രദ്ധിക്കും. കാരണം ആദ്യം ചെയ്തപ്പോൾ കുറെ വെള്ളം പോയല്ലോ, അപ്പൊ ശ്രദ്ധിച്ച് ഒഴിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ വെള്ളം സ്പിൽ ഔട്ട് ആകുന്നതിന്റെ ഇത് കുറഞ്ഞു വന്ന് ആക്ഷന്റെ കൺട്രോൾ അവർക്ക് കിട്ടുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ ആ പവർ ഓഫ് അറ്റൻഷൻ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ, ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അറിയാം, ഇന്നലെ ഞാൻ ഒഴിച്ചപ്പോ ഇത്രയും വെള്ളം പോയി, അത് ഞാനിങ്ങനെ ഇത്രയും വെള്ളം ആയിരിക്കാം പറ്റിയത്. അപ്പൊ പ്രീവിയസ് കാര്യം മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർഡ് ആയിരിക്കും. അതിന്റെ റിഫ്ലക്ഷൻ, അതിന്റെ പോണ്ടേർഡ് മൈൻഡ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യിക്കും. അത് വരുമ്പോഴാണ് അടുത്തത് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നത്. നമ്മളും പല കാര്യങ്ങളും അങ്ങനെ ചെയ്ത് കറക്റ്റ് ആക്കാറുണ്ടല്ലേ. അപ്പൊ കോൺസെൻട്രേഷൻ ആണ് ശരിക്കും ഇവിടെ വരുന്നത്. കുട്ടിയിലുണ്ടാകുന്ന ഒരു ട്രഷർ തന്നെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അക്കാദമിക്സിൽ കുട്ടിയുടെ ഈ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇന്റലക്ച്വൽ ലെവലിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടി അത് ആ ഒരു ചെയ്യുന്ന ആക്ഷൻസിന് കൺട്രോൾ വന്നു കഴിയുമ്പോൾ അവൻ വളരെ കാം, കൂടുതൽ കൺട്രോൾഡ് ആയിരിക്കും. അങ്ങനെ ഒരു നേച്ചറിലേക്ക് പോകും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഡെവലപ്മെന്റ് ഓഫ് വില്ലിനകത്ത് 3 സ്റ്റേജസ് ആയിട്ടാണ് ആ ഡെവലപ്മെന്റിനെ മോണ്ടിസോറി പറയുന്നത്. 3 സ്റ്റേജ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്റ്റേജ് റിപ്പിറ്റീഷൻ ആണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് സെൽഫ് ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റ്. തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, എന്നിട്ടൊന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അല്ലാതെ ആദ്യമായിട്ടൊക്കെ നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആകെ എന്താ സംഭവം. റിപ്പിറ്റീഷൻ നമ്മൾ പറഞ്ഞു, കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം, അതാണ് ആദ്യം കൊടുത്തത് അല്ലെ. ആക്ടിവിറ്റി കിട്ടിക്കഴിയുമ്പോൾ എത്ര തവണ വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഒരു മടുപ്പുമില്ല. നമ്മൾ ചില സമയത്ത് കുഞ്ഞുങ്ങളെ പറ്റി പറയാറില്ലേ, ഇന്നലെ ഭയങ്കര വാശിയായിരുന്നല്ലോ, ഇന്ന് മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഇരിക്കണ്ടല്ലോ. ചിലപ്പോ അമ്മമാര് പറയും എന്തോ ഒരുത്തക്കേട് ഒപ്പിക്കൊക്കെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചിരുമ്പോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടാവും, അത് വെച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന റിപ്പീറ്റേഷൻ. ഇപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളാണെങ്കിൽ 3 ഇയേഴ്സ് തുടങ്ങിയുള്ള കുട്ടികൾ, അവരാ ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർ റിപ്പീറ്റ് ചെയ്യും, പല തവണ റിപ്പീറ്റ് ചെയ്ത് അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ കൺട്രോൾ കിട്ടും. അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവുന്നു ആ ഒരു ആക്ടിവിറ്റിയിൽ. അപ്പൊ അങ്ങനെ വരുന്നത്. നെക്സ്റ്റ്, അങ്ങനെ ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴും അവരിൽ ഡെവലപ്പ് ആവുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, പിന്നെ കുട്ടിക്ക് അങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തു, നമ്മൾ അവന് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു, എത്ര നേരം വേണമെങ്കിലും അത് ഉപയോഗിച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡവും കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. പിന്നെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവനിൽ തന്നെ ഒബീഡിയൻസും ഡെവലപ്പ് ചെയ്തു. ഷൗട്ട് ചെയ്തോ പണിഷ് ചെയ്തോ അല്ല ഡിസിപ്ലിനും ഒബീഡിയൻസും കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തത്. നമ്മൾ കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്തു, അതിനുള്ള ഒരു ഫ്രീഡം കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഡെവലപ്മെന്റ് ഓഫ് വില്ലില് ഫസ്റ്റ് സ്റ്റേജ് ആയ റിപ്പിറ്റീഷൻ ആരാ വായിക്കാം? യെസ് പ്ലീസ്. 10 പേര് വന്നല്ലോ, വളരെ സന്തോഷം. ഓക്കെ, ആരുമില്ലെങ്കിൽ ഞാൻ വായിക്കും. First stage repetition.
The child has a basic inner urge that directs him towards determined activities. He does not consciously direct his will. The child begins the repetition of an activity several times without obvious reason to an adult. However, internally, this repetition assists him in his physic development. It is important to note that, however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and surroundings. In a short time, he will be a master of the environment himself. Constant interruption by an adult will have a disturbing effect on his psychic development, especially in terms of his self-concept. As the child sustains making his own decisions and movement in the environment, he slowly moves from an unconscious stage to a conscious. This is slow process and it develops through his continuous contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to encourage his the child's will is gradually developed as he endeavors to adapt to the limit of his chosen task. സോ ഫസ്റ്റ് സ്റ്റേജ് റിപ്പീറ്റേഷൻ ഓൾറെഡി ഞാനതൊന്ന് ബ്രീഫ് ചെയ്തിരുന്നു. ഓക്കെ, കുട്ടിക്ക് ശരിക്കും നമ്മൾ പറഞ്ഞു ഇപ്പം അവര് സെൻസിറ്റീവ് ആണ്, സെൻസസ് യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ, തൊട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, രുചിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റാസ് മുഴുവനും ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് ഇതുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും വരുമ്പോൾ അതിനെ അങ്ങ് റിട്രീവ് ചെയ്യും. അതിന്റെ റിഫ്ലക്ഷൻസ്, ആ ഒരു ഓർമ്മ, എന്തെങ്കിലും കണ്ടതാണെങ്കിൽ അതിന്റെ ഒരു മെന്റൽ ഇമേജ് വെച്ചിട്ടായിരിക്കും കുട്ടി പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പം എലിഫന്റ് വലിയ ഒരു ആനിമൽ ആണ് അല്ലെ, കുട്ടിയെ സംബന്ധിച്ച് നമുക്കും അറിയാം വലിയ ആനിമൽ ആണ്, കുട്ടിയെ സംബന്ധിച്ച് വലിയൊരു രൂപമാണ്. അപ്പൊ അതിന്റെ ഒരു മെന്റൽ ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു ലാർജ് ആ ഒരു കൺസെപ്റ്റിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ചെറുതാണ്. അപ്പൊ അങ്ങനെ എല്ലാ കൺസെപ്റ്റും ആ കുഞ്ഞ് തലയിലുണ്ടാവും, അവരവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനെ റിട്രീവ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾ പടം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ എലിഫന്റിന്റെ പടം വരയ്ക്കാന്ന് വിചാരിച്ചവര് അവർ ഈ ഓർമ്മയെന്ന് ഇമേജ് ഇങ്ങനെ ഓർത്തെടുത്ത് ആയിരിക്കും ചിലപ്പോ ആ ഒരു പിക്ചർ പേപ്പറിലേക്കോ ബോർഡിലേക്കോ എന്തിലേക്കെങ്കിലും വരയ്ക്കുന്നത്. സോ അതിനൊക്കെയുള്ള ഒരു സ്പേസ് നമ്മളുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളില് നമുക്ക് അങ്ങനെ ഒരു സജഷൻ കൊടുക്കാൻ പറ്റുന്ന ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പലർക്കും ചില സ്കൂളിലൊന്നും ഈ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് കാര്യമായി അറിയില്ല. മോണ്ടിസോറി മെത്തേഡ് നഴ്സറി കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നുള്ളതല്ലാതെ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ശരിയായുള്ള അറിവ് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് എ സർവീസ്. കുറേ കുഞ്ഞുങ്ങളിലേക്കാണ് അത് എത്തുന്നത്. ഓക്കെ, കോൺഷ്യസ്ലി അല്ല പല കാര്യങ്ങളും അവൻ ചെയ്യുന്നത്. കാരണം ഈ ഓർമ്മയിൽ കിടക്കുന്ന മെന്റൽ ഇമേജും എല്ലാം വെച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം അവന്റെ ഉള്ളിൽ കിടക്കുന്ന പല ഡേറ്റാസും അവനെ അസിസ്റ്റ് ചെയ്യുന്നു. അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് അവന്റെ മൈൻഡിന്റെ ഡെവലപ്മെന്റിലേക്ക് പോകും, ആ ഒരു സൈക്കിക് ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ഒരു അഡൾട്ട് എങ്ങനെയായിരിക്കും? അഡൾട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനൊന്നും പോകുന്നുണ്ടായിരിക്കില്ല. ജഗ്ഗില് വെള്ളം നിറയ്ക്കേണ്ട അഡൾട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ എൻഡ് റിസൾട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ച് അത് ഭയങ്കര അവന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. എന്നോട് പറഞ്ഞല്ലോ, അതായിരിക്കും ആദ്യം. പിന്നെ ആ ചെയ്യുന്ന പ്രോസസ് എൻജോയ് ചെയ്യും. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴുള്ള അക്കംപ്ലിഷ്മെന്റ് അത് എൻജോയ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ മാസ്റ്റർ ഓഫ് അവൻ തന്നെയാണ്, അവന്റെ ആ ഒരു ലോകത്തെ മാസ്റ്റർ തന്നെ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആസ് ആൻ അഡൾട്ട് നമ്മൾ അതിനെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ്, ആ ഒരു മെന്റൽ ഡെവലപ്മെന്റിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനായിട്ടൊരു സെൽഫ് കൺസെപ്റ്റ്, അവൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതിനൊക്കെ നമ്മൾ തടസ്സമിടും. നമ്മുടെ ഐഡിയാസ് അവരിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ ആയിപ്പോവും. ഓക്കെ, ഇപ്പൊ ഓൺ ഡിസിഷൻസ്, മൂവ്മെന്റ് എല്ലാം ചെയ്യാനായിട്ട് ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ അതിനുള്ള ഫ്രീഡം അവനുണ്ട്.
അവൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ അതുവരെയും അൺകോൺഷ്യസ്ലി അവൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും കോൺഷ്യസ് സ്റ്റേജിലേക്ക് വരാനായിട്ട് തുടങ്ങും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്, പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. സ്ലോ പ്രോസസ്സാണ്. കൂടുതലും ഒരു 3 years ഒക്കെ കഴിയുമ്പോഴാണ് കോൺഷ്യസ് സ്റ്റേജിലേക്ക് അവരാകുന്നത്. അവിടെ മെമ്മറി ആണെങ്കിലും കോൺഷ്യസ് ആകുന്നത്. 3 yearsന് താഴെ മെമ്മറി അൺകോൺഷ്യസ് ആയിരിക്കും. പക്ഷെ സംഭവിച്ച കാര്യങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കും, ഇംപ്രഷൻസ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മെമ്മറി, കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ചെയ്യും. പക്ഷെ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മെമ്മറി, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നത് ഉറങ്ങുന്ന സമയത്തായിരിക്കും ആക്റ്റീവ് ആകുന്നത്. അപ്പോഴാണ് നമ്മൾ തലയും മാലൊന്നും ഇല്ലാത്ത പല സ്വപ്നങ്ങൾ കാണുന്നത്. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഒരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ഉറക്കമാണെങ്കിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. എന്താണ് ആരാണെന്നൊന്നും മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണും. ഓക്കെ, അവന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് അവന് കൊടുത്തിരിക്കുന്ന ലിമിറ്റ്സ് വെച്ചിട്ട് അവൻ ആ ചോസൺ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ ഒരു റിപ്പീറ്റേഷനിലൂടെ അവൻ അതിന്റെ കൺട്രോൾ, ആ മെറ്റീരിയൽസിന്റെയും ചുറ്റുപാടിന്റെയും എല്ലാത്തിന്റെയും കൺട്രോൾ കിട്ടുന്നു. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊക്കെ അങ്ങനെ വായിച്ചു. Yes, ma'am. Second stage, the development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into second stage in the development of the will, that is self-discipline as a way of life. In the stage, the child makes his own decision in his activity and obtains the responsibility as he makes conscious, creative use of his capacities and understand the responsibility. That leads him to self-knowledge and self-possession. This leads him to self-knowledge and self-possession. For example, in a simple pouring exercise, he pours all the beans into a jug, knowing that he should not spill any beans in the tray, and yet accepting the result with responsibility by picking the spilled beans into the jug and putting it back on the shelves before going to another activity. സോ സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ, ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് അവന് അതിന്റെ കൺട്രോൾ കിട്ടുന്നു. സോ അവന് വളരെ കാമായിട്ട് അവിടെ ആ ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന് ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നു. അവന് ഡിസിപ്ലിൻ അത് തന്നെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കുട്ടി ആ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്നു. ഗ്രാജുവലി അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, അവന്റെ ഒരു വിൽ പവർ, ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. ഓൺ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. ഓരോ കാര്യം ചെയ്യുമ്പോൾ അവന്റെ ഓൺ ഡിസിഷൻ, അവന്റെ മൂവ്മെന്റ്, അവന്റെ ആക്ടിവിറ്റി എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റിയും അവന്റെ കപ്പാസിറ്റീസും എല്ലാം മനസ്സിലാകുന്നു. എങ്ങനെ ഞാൻ ചെയ്താൽ ഇത് ശരിയാകും, അങ്ങനത്തെ രീതിയിലൊക്കെ. അങ്ങനെയാകുമ്പോൾ ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചൊരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ അതിനെ കുറിച്ചൊരു സെൽഫ് നോളജ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ, നല്ല ഇതിലായിരിക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ ഒരു പിന്നെ സെൽഫ് പൊസിഷൻ, അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു മെറ്റീരിയൽ പൊസസ് ചെയ്യുന്ന കാര്യത്തിലും അല്ലാതെ ആ എൻവയോൺമെന്റില് ആളുടെ സ്ഥാനവും എല്ലാം മനസ്സിലാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പോറിങ് എക്സസൈസസ്. നമ്മളിപ്പോ ജഗ്ഗില് വെള്ളം നിറയ്ക്കുന്ന കാര്യം നമ്മൾ ത്രൂ ഔട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് പൾസസ്, സെറൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെയ്നറിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യും അല്ലെ. പിന്നത്തെ ബീൻസ് ഒരു കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുന്ന കാര്യം, അത് സ്പിൽ ഔട്ട് ആയിട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ, വുഡൻ ട്രേ ആയിരിക്കും മോസ്റ്റ് കോമൺലി, കാരണം റിയൽ ഒബ്ജക്ട്സ് കൊണ്ടുള്ളതാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ട്രേ പ്രൊവൈഡ് ചെയ്യും. ട്രേയുടെ മുകളിൽ ഈ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ജഗ് വെച്ചിട്ട് ബീൻസ് മേ ബി ഒരു കവറിലോ എന്തെങ്കിലും സഞ്ചി എന്തെങ്കിലുമൊക്കെ ബാഗിലൊക്കെ ആയിരിക്കും. അത് നേരെ ഈ ഒരു ജഗ്ഗിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് പോർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ ബീൻസ് തെറിച്ച് പോകാം പുറത്തേക്ക്.
അപ്പൊ തെറിച്ചു പോകുമ്പോൾ ട്രേ വെച്ചിട്ടുള്ളതുകൊണ്ട്, വലിയ ട്രേ, വലിപ്പമുള്ള ട്രേ ആയിരിക്കും, ട്രേ വെച്ചിട്ടുള്ളത് കൊണ്ട് അത് ആ ട്രേയിൽ തന്നെ വീഴുന്നു. അപ്പൊ ട്രേയിൽ തന്നെ വീഴുമ്പോൾ കുട്ടിക്ക് അറിയാം അത് മോശമാവില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രേ ആണ്. അതിൽ നിന്നും പിക്ക് ചെയ്ത് കുട്ടി ജഗ്ഗിൽ നിറയ്ക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ കൗണ്ടിങ്ങും ചെയ്യിക്കാം. 3 4 ബീൻസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞാൽ കൗണ്ടിങ്ങും ചെയ്യിക്കും. കൗണ്ടിങ്ങും അവിടെ വരുന്നു. ആ ബീൻസ് നീറ്റായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ആക്കി അത് അടച്ചു വെക്കുന്നു. താഴേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് പിന്നെ എടുക്കാൻ പറ്റില്ല, മോശമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയണം. അതുകൊണ്ടാണ് ട്രേ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്കറിയാം നിലത്ത് പോകുന്ന, അങ്ങനെ കുറെ കാര്യങ്ങളാണ് കുട്ടി അതിൽ നിന്നും പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴേക്കും ആ ഒരു ഫില്ല് ചെയ്യുന്ന, പോർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി അവൻ കുറച്ചുകൂടി ശ്രദ്ധിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് സ്പിൽ ഔട്ട് ആകാതെ ഇതിനകത്ത് ഫില്ല് ചെയ്യുക എന്നുള്ളതൊക്കെ അവന് മനസ്സിലാവും, അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്. Nice, ma'am. Please. After achieving self-discipline, the child moves to the third stage in the development of will, that is the power of to obey. Power of to obey. Again, it is a slow process and shows itself spontaneously and unexpectedly at the end of a long process of maturation. This is no controlled intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Child learn best in environment that connect freedom with self-discipline. True freedom cannot exist without self-discipline and the development of skill for independent thought and action. ഡെവലപ്മെന്റ് ഓഫ് വില്ലിലെ ഫൈനൽ സ്റ്റേജ് ആയ തേർഡ് സ്റ്റേജ് നമ്മൾ പറയാണ് ഒബീഡിയൻസ്. നമ്മളത് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. നമ്മള് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു സ്പേസും അതിനുള്ള ഒരു ഫ്രീഡം, അതിനുള്ള പേസ്, റേറ്റ്, സ്പീഡ് നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. മതി, ഇത്രയും ചെയ്താൽ മതി, ഇതൊന്നും ഇനി നാളെ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആ ഒരു രീതിയിലൊരു ഫ്രീഡം കൊടുക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ആ പ്രൊവൈഡ് ചെയ്ത എൻവിയോൺമെന്റിനോടും ആ മെറ്റീരിയൽസിനോടും അതിന് വേണ്ടുന്ന സപ്പോർട്ട് ഗൈഡ് ചെയ്ത് തന്ന ഫെസിലിറ്റേറ്ററോടും ടീച്ചറോടും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ അത് ഒബേ ചെയ്യും. മെറ്റീരിയൽസ് ഞാൻ നല്ലപോലെ നീറ്റായി സൂക്ഷിക്കേണ്ടതാണ്, ആക്ടിവിറ്റി കഴിഞ്ഞ് തിരിച്ച് ഞാൻ അവിടെ വെക്കണം, ആ രീതിയിലുള്ള ഒബീഡിയൻസ് എല്ലാം കുഞ്ഞിന് കിട്ടും. അതെല്ലാം ഈ റിപ്പിറ്റേഷൻ, ദെൻ സെൽഫ് ഡിസിപ്ലിൻ, അതിനുശേഷം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അല്ല, കുട്ടിക്ക് ആ ഒരു ഏജിൽ അവന് പറ്റുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം അവന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവനത് ചെയ്യുന്നതാണ്. അങ്ങനെ ആണ് കുട്ടികളിൽ ഒബീഡിയൻസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. അത് ആരെങ്കിലും റീഡ് ചെയ്തു? Development of intelligence. Intelligence is the ability to learn or understand things and deal with new or difficult situations. In other words, it is the ability of the child to know his environment, the mental ability to coordinate different annotations and act accordingly in the different situations. The starting point of intellectual development is the consciousness of difference or distinction in his environment. The child make understanding through his 5 senses, and he must organize these perceptions to make a mental order of his environment. To help the development of brilliance is to help put images of consciousness in order. So the basis of intelligence development is the emotional impression that the child gets while he collaborates with his environment. At infancy, the child absorbs a lot of impressions unconsciously, and then it turns to conscious knowledge as he grows. So at the stage of intelligence development, the child needs refinement of senses, more activities which will improve the impression through the senses,
The activities should bring order and system to all the sensorial impressions the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc. Full, varied, and ordered sensorial exercises are the best preparation for the higher life of the ability in the child's year to come. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. നമ്മൾ ഓരോന്ന് പറഞ്ഞു വന്നു, ആ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കണം. ലോ ഓഫ് വർക്ക്, ദെൻ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, ദെൻ പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊടുത്തപ്പോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആയിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ കണ്ടു. ദെൻ നമ്മൾ പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ പറഞ്ഞു അല്ലെ. ദെൻ എന്തായിരുന്നു പറഞ്ഞത്? ഡെവലപ്മെന്റ് ഓഫ് വിൽ അല്ലെ, പിന്നെ പറഞ്ഞത് ഡെവലപ്മെന്റ് ഓഫ് വിൽ 3 സ്റ്റേജസിൽ വില്ല്, റെപ്പറ്റീഷൻ, സെൽഫ് ഡിസിപ്ലിൻ അതിന്റെ ഡെവലപ്മെന്റ്, പിന്നെ ഒബീഡിയൻസ് ഇത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ഇന്റലിജൻസ്, നമ്മളൊരു കാര്യം പലതവണ റിപ്പീറ്റ് ചെയ്ത് നമുക്കത് നല്ലപോലെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവായില്ലേ. അത് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി നമ്മൾ അതൊരു നോളജ് ആക്കി വെച്ചു. ഈ നോളജ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനും എടുക്കാം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. സോ ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോളജ്, സ്കിൽ അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്കറിയാം. നിങ്ങൾക്കിപ്പോ കുറെ ലെസൺസ് തുടക്കത്തിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിതൊക്കെ അറിയാം. പക്ഷെ ശരിയായ സമയത്ത് പ്രോംപ്റ്റ് ആയിട്ട്, അലേർട്ടായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അത് ആ അറിവ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്റലിജൻസ് ആണ്. ആ ഒരു ഫസ്റ്റ് എയ്ഡ് എല്ലാം നല്ലപോലെ അറിയാം, CPR കൊടുക്കാൻ അറിയാം, എല്ലാം അറിയാം. പെട്ടെന്ന് കൂടെയുള്ള ഒരാളുടെ കൈ മുറിഞ്ഞു, ഭയങ്കരമായിട്ട് ബ്ലഡ് ലീഡ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കാന്ന് അല്ല, നമുക്കറിയാം ഒരു വൂണ്ട് ഉണ്ടായാൽ, ഇഞ്ചുറി ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ രീതിയിലും സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ അറിവും നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് അത് വേണ്ട രീതിയിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമ്മളുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റിന്റെ ഒരു പോരായ്മ തന്നെയാണ്. അപ്പൊ ഇവിടെ നോളജ് അക്വയർ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെ ഡീൽ ചെയ്യുക, അതിനെ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യുക, ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക, ഇതെല്ലാമാണ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസിൽ വരുന്നത്. ഇന്റലിജൻസിന്റെ ബേസിസ് എന്ന് പറയുന്നത് ആ ഒരു ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഇംപ്രഷൻ ദാറ്റ് ദ ചൈൽഡ് ഗെറ്റ്സ് വൈൽ ഹി കൊളാബറേറ്റ്സ് വിത്ത് ഹിസ് എൻവയോൺമെന്റ്. അവൻ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇതാണ് ആ ഒരു ഇമോഷണൽ ഇംപ്രഷൻസ്, ഇതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു ഫീലിങ്സ് ഒക്കെ വരുമല്ലോ, അതാണ്. അപ്പൊ അതാണ് അവന്റെ ഡെവലപ്മെന്റ്, ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ബേസിസ് എന്ന് പറയുന്നത്. ചൂടുള്ള വെള്ളവും തണുത്ത വെള്ളവും ഒരു ബോട്ടിലിൽ വെച്ചിരിക്കുക, ടച്ച് ബോട്ടിൽസ് അല്ലെങ്കിൽ തെർമിക് ബോട്ടിൽസ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ആ ബോട്ടിലിന്റെ മെയിൻ ഭാഗത്ത് തൊട്ട് നോക്കുമ്പോൾ അതിലുള്ള വെള്ളത്തിന്റെ ചൂടറിയുന്നു. അപ്പൊ കുട്ടി തൊട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ബോട്ടിലില് ചെറിയൊരു ചൂടാണുള്ളത്, ലൂക്ക് വാം വാട്ടർ. സെക്കൻഡ് ബോട്ടില് നല്ല കോൾഡ് വാട്ടർ ആണ്. കുട്ടിക്ക് 2 കൺസെപ്റ്റ് കിട്ടി, തണുപ്പുള്ളത് മറ്റേത് ചൂടുള്ളത്, ചൂടുള്ള എന്നുള്ള ഒരു കൺസെപ്റ്റ് കിട്ടി. അവൻ ആ ഒരു കിട്ടും, ഇതിങ്ങനെയാണ്, ഇതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ കറക്റ്റ് ടെമ്പറേച്ചർ മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പൊ അവിടെ അവന്റെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാണ്. അവൻ പിങ്ക് ടവറിന്റെ ഏറ്റവും വലിയ ക്യൂബ് എടുത്തു, അതിലെ 5 സെന്റിമീറ്റർ തന്ന ക്യൂബ് എടുത്തു. 10 സെന്റിമീറ്റർ ക്യൂബ് അവന്റെ കയ്യിലുണ്ട്, 5 സെന്റിമീറ്റർ എടുത്തു. അവന് മനസ്സിലാകാണ് ഓരോ കയ്യിൽ വെച്ചതിന് 10 സെന്റിമീറ്റർ, അതിന് സൈസ് കൂടുതലാണ്, വെയിറ്റും കൂടുതലാണ്. 5 സെന്റിമീറ്ററിന്റെ എടുത്തപ്പോ സൈസ് ചെറുതാണ്, അതിന്റെ വെയിറ്റ് മറ്റേതിനേക്കാളും ചെറുതാണ്. അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ കുട്ടിക്ക് കിട്ടുന്നു. അതാണ് ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാട്ടോ. നിങ്ങൾ കണ്ട കുഞ്ഞുങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലോ
പരിസരത്തുള്ള കുഞ്ഞുങ്ങളുടെ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. ദിസ് ഇസ് യുവർ പ്ലാറ്റ്ഫോം. ഉപയോഗിക്കുക മാക്സിമം. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതാരാ ഒന്ന് റീഡ് ചെയ്ത് കുറച്ചുണ്ട്. ഇത് ഫസ്റ്റ് ആ ഒരു പേജിൽ കാണുന്ന റിയാലിറ്റി, ട്രൂത്ത് ആൻഡ് റിയാലിറ്റി, ഇവിടെ വരെ ഒന്ന് റീഡ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം. പ്ലീസ്. എല്ലാരും വീട്ടിൽ ഓരോ ജോലി ചെയ്തു. Imagination and creativity. According to Maria Montessori, these are inborn powers in the child which develops as in mental ability. Abilities are developed. Ma'am, development of third stage obedience. മനസ്സിലായില്ല. Development of intelligence അല്ലേ? ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇന്റലിജൻസ് നമ്മൾ വായിച്ചല്ലോ. Okay. According to Maria Montessori, these are inborn powers in the child which develops as his mental abilities are developed through his experiences and he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing process necessary for creative endeavors. She believed that to help the child organize his perception, he should be free to join with an environment which should be beautiful and harmonious. To be creative, it is important to foster three qualities: power of attention and concentration, autonomy and independence of judgment, which will provide freedom and ability to make his own decisions and opens to truth and reality. The child should be exposed to reality. Imagination power is of great use for the world. രശ്മി, നമുക്ക് ഇതൊന്ന് എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. കാരണം അത് കുറച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമാജിനേഷന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഡെവലപ്മെന്റ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. അവരുടെ ഒരു ഇമാജിനേഷൻ ലെവൽ, പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര കഥയൊക്കെ പറഞ്ഞു വരൂലേ, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും ആ കഥ പറയുന്നത്. അവര് പറയുവാണെങ്കിൽ എന്താ, ഈ ക്ലാസ്സിൽ എപ്പോഴും പോകുമ്പോൾ സംഭവിക്കുന്നതാണ്, റബ്ബർ അല്ലെങ്കിൽ പെൻസില് കളഞ്ഞിട്ട് വരിക, വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ രാവിലെ കൊടുത്തത് കയ്യിലുണ്ടാവില്ലേ, എവിടെയാന്ന് ചോദിക്കുമ്പോഴേക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അവർ കഥ പറയും. ഭയങ്കര രസമായിട്ട് കേൾക്കുന്ന ആ ഒരു ഇമാജിനേറ്റീവ് ആയിട്ട് അവർ കഥ പറയും. ചില ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ ചില കുട്ടികൾ ഇത്തിരി ഒന്നും മുതിർന്നു വരുമ്പോൾ അവരത് പിന്നെ ആ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഉണ്ടാക്കി പറയുന്ന രീതിയിൽ ഉണ്ടാവില്ല. അതേസമയം ഈ ഒരു ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അവരുടെ അക്കാദമിക്സിലേക്ക്, അതർ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഏരിയയിലേക്കൊക്കെ ഡീവിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് പോസിറ്റീവായിട്ട് തന്നെ വരും. അല്ലാതെ ചില കുട്ടികൾ നേരെ ലൈ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിയിലേക്ക് പോകുന്നു, ഫാന്റസിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു നെഗറ്റീവ് സൈഡാണ് ആ ഒരു ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പൊ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ ഈ എനർജി ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കണം. പലപ്പോഴും എൻവയോൺമെന്റിൽ അവൻ പല പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എഫേർട്സ് അവൻ മുഴുവൻ എടുക്കും, ക്രിയേറ്റീവ് എൻഡിവേഴ്സ്. അപ്പൊ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുവാണ് ഈ ഒരു പെർസെപ്ഷൻസ്. അവന് പല രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും, നമ്മളുടെ ഒരു പെർസെപ്ഷൻ ആയിരിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം അവൻ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്കുണ്ടായ പെർസെപ്ഷൻ ആയിരിക്കില്ല കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഞാന് അന്ന് പിങ്ക് ടവർ ഉണ്ടാക്കിയപ്പോ ഇവിടെ ഏട്ടന്റെ പെങ്ങളുടെ കുട്ടി വന്നിട്ട്, അവനിപ്പോ 2.5 വയസ്സ് 3 വയസ്സാവണു. അവനത് ഇന്ന് 2-3 വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിരുന്നു അവര് വീട്ടിലേക്ക്. അപ്പൊ അത് കളിച്ച് നാശമായി. എന്നിട്ട് അമ്മയോട് കരച്ചിലായിരുന്നു. അതുപോലത്തെ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് അമ്മക്ക് ഉണ്ടാക്കാൻ അറിയേണ്ട തീപ്പെട്ടി വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തു. അവന് പക്ഷെ വലിപ്പം ഒരേപോലെ. ഇപ്പൊ അവൻ പറഞ്ഞു ഇതല്ല എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു.
കളറും അത് വേണം, വലിപ്പം. അമ്മ അമ്മ എന്നിട്ട് ഭയങ്കര കരച്ചില്, വലിച്ചെറിയായിരുന്നു ഇത്ര തീപ്പെട്ടികളൊക്കെ. എനിക്ക് അതുപോലെ തന്നെ വേണമെന്നുണ്ട് അവൻ്റെതായ ഒരു ഭാഷയില്. എന്നിട്ട് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ, അമ്മായി അതൊന്ന് ഉണ്ടാക്കി വെക്കൂ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 2-3 എണ്ണം കൂടി ഒന്ന് ഉണ്ടാക്കി തരൂ, അവനത് ഭയങ്കര ഇഷ്ടായി എന്ന് പറഞ്ഞിട്ട്. അവനത് ഭയങ്കരമായിട്ട് ഓരോന്നിന്റെ മുകളിൽ ഓരോന്ന് വെക്കലും അത് ട്രെയിൻ പോലെ കൊണ്ട് നടക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടായി എന്ന് പറഞ്ഞു. പിങ്ക് ആ കളർ തന്നെ വേണം. തീപ്പെട്ടിമൊക്കെ സ്കെച്ച് പെന്ന് വെച്ചിട്ടൊക്കെ കളർ ചെയ്ത് കൊടുത്തിട്ടൊന്നും അവന് ഇഷ്ടായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്നിട്ട് ഞാനിപ്പോ 2-3 എണ്ണം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവര് നാളെ മറ്റന്നാള് വരാം കൊണ്ടുപോവാൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അതല്ലേ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും. അവര് ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്ത് ആ ഓർഡറിലൊക്കെ ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ അവരുടെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അവരത് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അവർ പിന്നെ അത് ട്രെയിൻ ആയിട്ട് കളിക്കാൻ. അത് എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് കടയിന്ന് ഇതിപ്പോ കുട്ടികളാവുമ്പോ വലിച്ചെറിയുമ്പോഴൊക്കെ അങ്ങനെ പൊട്ടൂലോ, അപ്പൊ ഇതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു മരത്തിന്റെ ഉണ്ട്, നമുക്ക് ക്ലാസ്സിലൊക്കെ മരത്തിന്റെയാണ് അത് പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ അത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും, അവനത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു മോഡൽ ഉണ്ട് ഇവിടെ, എന്റെ ചെറിയ മോനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ മുകളിലേക്ക് പല ഷേപ്പുകളിലായിട്ടേ. അത് ബാംഗ്ലൂര് പോയപ്പോ മേടിച്ചതാണ്, ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ അത് ഇങ്ങനെ മുകളില് അപ്പൊ അത് പോലത്തെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ അതൊന്നും ഇഷ്ടായില്ല, ഫുള്ള് കവേർഡ് ആയ ബോക്സ് തന്നെ വേണം. അത് ഓരോന്നും ഇങ്ങനെ ഹോളാണ്, ഒരു സൈഡിൽ ഹോളാ, അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വലുത് അങ്ങനെ വലുതീന്ന് അങ്ങനെ ചെറിയ ബോക്സ് വരെ പല കളറുകളിലുള്ള ബോക്സ് ആണത്. അപ്പൊ അവനത് ഇഷ്ടായില്ല, ഈ ബോക്സ് തന്നെ വേണം, ഇതേപോലത്തെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെതായ ഒരു ഭാഷയില് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നന്നായി വർത്താനം പറയുവെച്ചാലും ചിലതൊന്നും തിരിയില്ല. അപ്പൊ അവനതന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത് അപ്പൊ വല്ല ഞാൻ കട ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. അവർക്ക് ഈ വേസ്റ്റ് പോകുന്ന പീസ് നമ്മൾ ആ മെഷർമെന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ആ അളവിൽ കട്ട് ചെയ്ത് തരും. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു അത്. അപ്പൊ മരത്തിന്റെ ആവുമ്പോ ഇങ്ങനെ കാലുമ്മ എങ്ങനെ വീഴുവോന്നൊരു പേടി. അപ്പൊ ഞാൻ പറഞ്ഞു കനമില്ലാത്ത മരമൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു തരും, ഉള്ളു പൊള്ളയതൊക്കെ ഭാരം കുറവുള്ളതൊക്കെ ആവുമ്പോ ചെയ്തു തരും എന്ന് പറഞ്ഞപ്പോ അന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാവുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി വെച്ചേന്ന് ഇപ്പൊ കൊടുത്തയക്കാൻ പോവാണ്, ഇനിയിപ്പോ ഞാൻ രണ്ടാമത് ഉണ്ടാക്കണം. അങ്ങനെ കാർഡ്ബോർഡ് പീസസ് ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസസ് കിട്ടുവാണെങ്കിൽ 6 ഫേസസ്, 6 സ്ക്വയേഴ്സ് നമ്മൾ ഒരേ ഇപ്പൊ 10 സെന്റിമീറ്ററിന്റെ 6 സ്ക്വയർ എടുത്തിട്ട് അത് തമ്മിലൊന്ന് ഗ്ലൂ വെച്ച് ജോയിൻ ചെയ്തിട്ട് അതിന്റെ മുകളില് പിങ്ക് ചാർട്ട് പേപ്പർ. ഞാനങ്ങനെ ചെയ്തത്. അത്യാവശ്യം കാരണം ഇങ്ങനെ പിടിക്കുമ്പോ ബലം ഉണ്ടായിരുന്നേ. അപ്പൊ ഇവന് ഇപ്പൊ അതന്നെ വേണ്ട, ഓയില് അത് പിടിച്ചിട്ടാണ് കിടന്നുറങ്ങല്. വെളിച്ചം എനിക്ക് വരുമ്പോഴേക്കും അമ്മ എന്റെ ട്രെയിൻ എവിടെ ചോദിച്ചിട്ടാ വരിക അത്ര. അപ്പൊ അതുമ്മ അവനായിട്ടുള്ള അവൻ്റെതായ ക്രിയേറ്റിവിറ്റി ഒക്കെ അതുമ്മ ചെയ്തു, വരയ്ക്കലും സ്കെച്ച് പെൻ വെച്ചിട്ട് അവൻ്റെതായ ഓരോ മുഖം പോലെ വരയ്ക്കലും നന്നായി വരച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ തന്നെ. ഭയങ്കരമായിട്ട് വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പൂവൊക്കെ വരയ്ക്കുക. ആൾക്ക് ഇപ്പൊ 3 വയസ്സാവണുള്ളൂ. എന്നിട്ട് പറയും, എല്ലാവരും കാണുമ്പോ പറയാം, അയ്യോ ഇത്രയും പെട്ടെന്ന് ഇത് വരച്ചു തുടങ്ങിയോ എന്നൊക്കെ. പൂവൊക്കെ പോലെ തോന്നും നമുക്ക്, അവൻ്റെതായ രീതിയിലാണ് വരയ്ക്കണത്, പക്ഷെ നമുക്ക് അതിന്റെ ആ ഒരു ഷേപ്പ് കാണുമ്പോഴൊക്കെ. അപ്പോ അതും ഞാൻ നല്ല കാർഡ്ബോർഡ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതേ. അപ്പൊ നല്ല കനമുണ്ട്. അപ്പൊ അത് കാരണം അവര് എന്നിട്ടത് അവൾക്ക് ഉണ്ടാക്കാൻ അറിയേണ്ടത് തീപ്പെട്ടിയിൽമയാണ് ഉണ്ടാക്കിയത്, ചെറുതല്ലേ. അപ്പൊ അവനത് ഇഷ്ടായില്ലേ, പല ഷേപ്പുകള് പല വ്യത്യാസമുള്ള ഷേപ്പുകൾ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് തരാം, ഞാൻ വേറെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. കുട്ടികൾ അവന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവര് വന്നത് ഒരു ദിവസേ. അങ്ങനെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുട്ടികൾക്ക് ഇത് ഇഷ്ടാവുന്ന മനസ്സിലായല്ലോ. മറിയ മോണ്ടിസോറിയുടെ ആ ഒരു ഇൻസൈറ്റ് വെറുതെ അല്ല, അവർ അത്രയും റിസർച്ചും അനാലിസിസും ചെയ്തിട്ടാണ് ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തത്. ഓരോ മെറ്റീരിയൽസിനും സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. കുട്ടിയുടെ ഏത് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും ആ ഒരു രീതിയിലാണ് ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ടോയ്സ് മോൻ ഇപ്പൊ എന്റെ ചെറിയ ആള് 6-ാം ക്ലാസ്സിലെ പഠിക്കണം. അവൻ പറഞ്ഞു ഈ പിങ്ക് കളറ് ഗേൾസിന്റെ അല്ലേ അമ്മേ, വേറെ കളർ ആക്കിക്കൂടെ, ഇതെന്താ പിങ്ക് കളർ എന്നൊക്കെ ചോദിച്ചു. ഓർഡർ അവരുടെ അഡോളസൻസിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികളുടെ ഓർഡർ മാറും. ചെറുപ്രായത്തിൽ ബാർബിയുടെ കളർ അത്ര പിങ്ക്.
അവർക്ക് വൈബ്രന്റ് കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമാണ്. അപ്പൊ ആ സമയത്ത് ഇഷ്ടം ആ നമുക്ക് കാരണം ചെറുപ്രായത്തിൽ ചുവപ്പൊക്കെയല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു. അമ്മ ഇത് പിങ്ക് അല്ല, ചുവപ്പൊക്കെയാണ് നല്ലത്. റെഡ് കളറിൽ ഉണ്ടാക്കിക്കൂടെ? വാങ്ങിക്കുമ്പോ ചില കളർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ വലുതാവുമ്പോ ചിലപ്പോ അന്ന് ഇഷ്ടപ്പെട്ട ഒരു കളർ ആയിരിക്കില്ല പിന്നെ അവരുടെ മനസ്സിലുള്ളത്. ഇവിടെ മോളാണെങ്കിലും ഗേൾസിന്റെ കളറാ പിങ്ക്. ഗേൾസിന്റെ കളറാണ് പിങ്ക്. അങ്ങനെയല്ലേ പറഞ്ഞേ, എന്റെ മോള് പറഞ്ഞത് പിങ്ക് ഗേളിഷാ എനിക്ക് വേണ്ടെന്ന്. ബാർബിയുടെ ഒക്കെ സംഭവങ്ങളൊക്കെ പിങ്ക് അല്ലേ? അപ്പൊ അതെ അതെ ഇവർക്ക് പിന്നെ ആമ്പിള്ളേർക്ക് പിന്നെ അവർക്ക് വലിയ കാറും അങ്ങനത്തെ സാധനങ്ങളും, ഇവർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അതെ. ഇതൊക്കെ ഇത് എന്താ ഈ പിങ്ക് കളറിലൊക്കെ ഉണ്ടാക്കണേ? അമ്മയ്ക്ക് വേറെ നല്ല ഇത്തിരി കൂടി നല്ല കളറിൽ ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആയിരുന്നപ്പോ ചിലപ്പോ ഒരു പക്ഷെ പിങ്ക് ഇഷ്ടമുണ്ടായിരുന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവര് വലുതാവുമ്പോഴേക്കും അവർക്ക് ആ ഒരു കൺസെപ്റ്റ് മാറുവാണല്ലോ. ബോയ്സിന്റെ കളർ അല്ല അതെന്നുള്ളൊരിത് പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും അവരല്ലാതെയും ഒക്കെ അറിയണ്ടാവും. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എനിവേ നിങ്ങൾക്ക് പറ്റുന്നതൊന്ന് റീഡ് ചെയ്തിട്ട് വരും. ഇച്ചിരി ഒരു ടഫായിട്ട് തോന്നും, പക്ഷെ വൺസ് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവും. യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിലൊരു ഇത് കാരണമാണ് അത് പിടികിട്ടാൻ ഇച്ചിരി പാട്. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു Thank you, മാം. ma'am. Good night. Night. Thank you so much, ma'am. Thank you, ma'am.